Hello guys, Firefly, written and directed by debutant വംശി കൃഷ്ണ ശ്രീനിവാസ്. ആമസോൺ പ്രൈമിൽ സ്ട്രീം ചെയ്യുന്ന കന്നഡ മൂവിയാണ് ഫയർഫ്ലൈ. DOP അഭിലാഷ് കളത്തിൽ, മ്യൂസിക് ചരൺ റോയ്, എഡിറ്റർ സുരേഷ് അറുമുഖം. 2 മണിക്കൂർ 12 മിനിറ്റ് ദൈർഘ്യം. ഈ സിനിമയിൽ അഭിനയ റോളിൽ അഭിനയിച്ചിരിക്കുന്നത് ഡയറക്ടർ വംശി, അച്യുത് കുമാർ, സുദർശിനി, രചന ഇമ്പർ തുടങ്ങിയവരാണ്. ഈ സിനിമയുടെ പ്ലോട്ട് മുന്നോട്ട് പോകുന്നത് വംശിയുടെ വിക്കി എന്ന ക്യാരക്ടർ 4 വർഷത്തിന് ശേഷം അമേരിക്കയിൽ നിന്ന് തിരിച്ചു വരുന്ന വിക്കിയെ കാത്ത് എയർപോർട്ടിൽ നിൽക്കുന്ന അച്ഛനും അമ്മയിൽ നിന്നാണ് സിനിമ തുടങ്ങുന്നത്. തിരിച്ച് വീട്ടിലോട്ടുള്ള യാത്രയിൽ ഇവരുടെ ബോണ്ടിങ്ങിനെ കുറിച്ചും ഇവരുടെ സ്നേഹത്തെക്കുറിച്ചുമൊക്കെ ചെറിയ സമയത്തിനുള്ളിൽ തന്നെ ഈ സിനിമ ഹിൻഡ് നൽകുന്നുണ്ട്. തിരിച്ചുള്ള യാത്രയിൽ അവരുടെ കാർ ഒരു അപകടത്തിൽപ്പെടുകയും അച്ഛനും അമ്മയും മരിക്കുകയും വിക്കി കോമയിലാകുകയും ചെയ്യുന്നു. കോമയിൽ നിന്ന് തിരിച്ച് ജീവിതത്തിലെത്തുന്ന വിക്കി അനുഭവിക്കുന്ന ലോൺലിനെസ്സും തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അച്ഛനും അമ്മയും മരിച്ചോ എന്നുള്ള വികാരവിചാരത്താലും ഡിപ്രഷനിലാകുകയും വിക്കിക്ക് ജീവിതത്തിൽ ചിരിക്കാൻ കഴിയാൻ പറ്റാതെയും ഉറക്കം നഷ്ടപ്പെടുകയും ചെയ്യുന്നു. ഇതിനെ എങ്ങനെ തരണം ചെയ്ത് നോർമൽ ജീവിതത്തിലേക്ക് വിക്കി എങ്ങനെ തിരിച്ചെത്തുന്നു എന്നുള്ളതാണ് ഈ സിനിമയുടെ ആകെ മൊത്തമുള്ള ഒരു കഥ. ആശുപത്രിയിൽ നിന്ന് വല്യച്ഛൻ്റെ വീട്ടിലെത്തുന്ന വിക്കി അവിടുത്തെ ചില ബുദ്ധിമുട്ടുകൾ കാരണം തിരിച്ച് സ്വന്തം അച്ഛൻ്റെ അമ്മയുടെയും സ്വന്തം ഫ്ലാറ്റിലേക്ക് തിരിച്ചെത്തുകയും അവിടെ വെച്ച് വിക്കിക്ക് ഉറക്കം നഷ്ടപ്പെടുകയും ചിരിക്കാൻ ശ്രമിച്ചിട്ട് ചിരിക്കാൻ കഴിയാതിരിക്കുകയും സന്തോഷമില്ലാതിരിക്കുകയും ചെയ്യുമ്പോൾ അത് തരണം ചെയ്യാൻ വേണ്ടി വിക്കി കാണിക്കുന്ന ഓരോ കൂട്ടിക്കാട്ടലുകളാണ് ഈ സിനിമ. ഇതിനിടയിൽ വിക്കി ഒരു ഹോട്ടലിൽ പോയി ഫുഡ് കഴിക്കുമ്പോൾ അടുത്ത് കഴിക്കുന്നയാൾ ഭക്ഷണം കഴിക്കുന്ന ചിക്കൻ്റെ എല്ല് വലിച്ച് അതിൻ്റെ അത് മജ്ജ കുടിക്കുന്നത് ശബ്ദം സഹിക്കവയ്യാതെ അയാളെ അടിക്കുകയും ഇത് 2 പാർട്ടിക്കാരായിരുന്നു. ആ പാർട്ടിക്കാർ തമ്മിലടിക്കുക അവിടെ കൂട്ടയടിയാകുകയും അതിൽ വിക്കിക്കും പങ്കാളിയാകുകയും വിക്കി തല്ല് മേടിക്കുകയും അതിലൂടെ വിക്കിക്ക് അന്ന് സുഖമായി ഉറങ്ങാൻ സാധിക്കുകയും ചെയ്യുന്നു. ഇതിലൂടെ വിക്കി മനസ്സിലാകും അടി കിട്ടിയാൽ തനിക്ക് ഉറങ്ങാൻ പറ്റും എന്ന്. അങ്ങനെ വിക്കി ഓരോ ദിവസവും ഓരോ പ്രശ്നങ്ങളുണ്ടാക്കി തല്ല് മേടിക്കുകയും സുഖമായി ഉറങ്ങുകയും. ഇതിനിടയിൽ സംഭവിക്കുന്ന കോമഡി രംഗങ്ങൾ അതൊക്കെ ഒന്നും സഹിക്കാൻ വയ്യ, അത്രയ്ക്ക് ഭീകരമാണ്. അതിനുശേഷം ടൈം ട്രാവൽ മിഷൻ ഉണ്ടാക്കുന്ന അമ്മയുടെയും അച്ഛൻ്റെയും അടുത്ത് പോകുവാൻ അതുണ്ടാക്കി പരീക്ഷണത്തിനിടയ്ക്ക് അത് പൊട്ടിത്തെറിച്ച് ഇവന് പരിക്കേൽക്കുകയും വിക്കി ആ ഒരു കോമഡിയനാണെന്ന് തിരക്കഥാകൃത്തും സംവിധായകനും വിശ്വസിക്കുന്ന, നമ്മൾ വിശ്വസിക്കാൻ ശ്രമിപ്പിക്കുന്ന ഒരു ഡോക്ടറെ അടുത്ത് പോവുകയും അതും വളരെ ശോകമായ രംഗങ്ങളാണ് ആ കോമഡിയിലൂടെ കാണിക്കുന്നത്. ഒരു നോൺ ലീനിയർ രീതിയിലാണ് ഈ സിനിമയുടെ കഥ പറച്ചിൽ. ആ ഹോസ്പിറ്റലിൽ നിന്ന് ഒരു പാംപ്ലെറ്റ് വിക്കി കാണുകയും വിക്കി ആ പാംപ്ലെറ്റിൻ്റെ കൗൺസിലിംഗ് സെൻറ്ററിലെ ഒരു ആഡാണ് ആ പാംപ്ലെറ്റിലുള്ളത്. വിക്കി ആ കൗൺസിലിംഗ് സെൻറ്ററിൽ എത്തുകയും പിന്നെ അവിടെ തൻ്റെ കഥ പറയാൻ ആരംഭിക്കുകയും ചെയ്യുന്നു. അവർ കുറേ എക്സസൈസുകൾ ചെയ്യുവാൻ വിക്കിക്ക് കൊടുക്കുന്നു. വിക്കി ഡേറ്റിംഗ് ആപ്പിലൂടെ ഡേറ്റ് ചെയ്യാൻ ആരംഭിക്കുന്നു. അതിലെ കോമഡികളും ഇതെല്ലാം മൊത്തത്തിൽ ശോകമൂകമായ അന്തരീക്ഷമാണ്. അവരുദ്ദേശിക്കുന്ന കോമഡിയാണ്. അങ്ങനെ നായികയെ കണ്ടെത്തുകയും നായികയെ കാണുന്നതോടുകൂടി വിക്കിക്ക് ചെറിയ ഇഷ്ടം തോന്നുകയും തൻ്റെ ഇഷ്ടം തുറന്നു പറയുകയും ചെയ്യുന്നു. ആ ഒരു നൈറ്റ് മാത്രമുള്ള അവരുടെ ആ മീറ്റിങ്ങിന് ശേഷം അവൾ പറയുന്നു, ഇനി നമുക്ക് വിധിയുണ്ടെങ്കിൽ നമ്മൾ കാണാം, അല്ലാതെ അവൾക്ക് ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റിലൊന്നും വിശ്വാസമില്ല എന്ന് പറഞ്ഞ് കാർ കയറി പോകുന്നു. സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെയൊക്കെ ആ നായികയെ കാണുവാൻ ഉള്ള തൻ്റെ തിരച്ചിലുകൾ നടത്തുന്ന വിക്കി അതിൽ പരാജയപ്പെടുന്നു. വിക്കിയുടെ അച്ഛൻ ഗ്രാമത്തിൽ മേടിച്ച സ്ഥലം കാണുവാൻ വല്യച്ഛൻ്റെ കൂടെ പോകുന്നു. അവിടെ തൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും
പ്രസൻസ് അനുഭവപ്പെടുന്ന വിക്കി ഒരു രാത്രി അവിടെ കഴിയുവാൻ തീരുമാനിക്കുകയും മദ്യപിച്ച് അവിടുത്തെ ആ കൃഷിസ്ഥലത്ത് തന്നെ കിടന്നുറങ്ങുകയും ചെയ്യുന്നു. സ്വപ്നത്തിൽ അച്ഛൻ വന്ന് ഏറ്റുപോടാ വീട്ടിൽ പോടാ മോനെ വിക്കി എന്ന് പറയുന്നു. ആ കൃഷിസ്ഥലത്തിൻ്റെ സൂക്ഷിപ്പുകാരനാണ് രാജണ്ണ. വിക്കി തൻ്റെ അച്ഛൻ്റെ വാക്കുകൾ കേട്ട് നാട്ടിലേക്ക് പോകാനായി വഴിയിൽ ഓരോ വണ്ടിക്ക് ഗിഫ്റ്റ് ചോദിക്കുന്നു. മൈസൂർ പോകാനാണ്. മൈസൂരാണ് വിക്കിയുടെ സ്ഥലം. ഈ ഗ്രാമത്തിൽ നിന്ന് മൈസൂർ വരെ പോകണം. അപ്പോൾ ഒരു സൈക്കിൾകാരൻ തന്നെ, ഭയങ്കര കോമഡിയാണത്. സൈക്കിളുകാരൻ വിക്കിയുടെ ഫോണും പേഴ്സും എല്ലാം അടിച്ചുകൊണ്ട് പോവുകയാണ്. എന്നിട്ട് അയാളെ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. രാജണ്ണ വിഷണ്ണനായിരിക്കുന്നു. രാജണ്ണോട് കാര്യങ്ങൾ ചോദിക്കുന്നു. രാജണ്ണ പറയുന്ന ഭാര്യ ആശുപത്രിയിലാണ്, 1.5 ലക്ഷം രൂപ വേണം, അത് കൊടുക്കാമെന്ന് വിക്കി സമ്മതിക്കുന്നു. വിക്കിയുടെ 5 പൈസ ഇല്ല. USA എന്ന് വന്നാണ്. അച്ഛൻ്റെ അമ്മയുടെയും ഭീമമായ ഇൻഷുറൻസ് തുക കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് വിക്കിക്ക് പൈസ ഇല്ല കേട്ടോ. അതാണ് ഈ സിനിമയുടെ പ്രത്യേകത. വിക്കി വല്യച്ഛനോട് പോയി ക്യാഷ് ചോദിക്കുന്നു. പിന്നെ മോഹൻ ക്യാഷ് GPay ചെയ്യുന്നു. അപ്പോൾ വിക്കി പറയുന്നു എനിക്കൊന്നും സമയമില്ല, റെഡി ക്യാഷായിട്ട് വരണം. വല്യച്ഛൻ 1.5 ലക്ഷം രൂപ പണയം വെച്ച് 1.5 ലക്ഷം രൂപ കൊടുത്തു. ആ പൈസ കൊണ്ട് രാജണ്ണയുടെ ഭാര്യയുടെ ഓപ്പറേഷൻ നടത്തുന്നു. അതോടുകൂടി വിക്കിക്ക് സന്തോഷം വരും. ഇതിലൂടെ വിക്കി തിരിച്ചറിയുന്നു മറ്റുള്ളവരെ സഹായിക്കുന്നതിലൂടെയാണ് തനിക്ക് ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ ലഭിക്കുന്നത്. മറ്റുള്ളവരെ സഹായിച്ചും സേവിച്ചും ജീവിക്കാൻ തീരുമാനിക്കുന്ന വിക്കി അവസാനം അപ്പൻ്റെയും അമ്മയുടെയും കല്ലറയിൽ പോയി കരയുന്ന സമയത്ത് അതിൻ്റെ അപ്പുറത്തെ കല്ലറയിൽ എത്തുന്ന നായിക അവളുടെ അച്ഛനും അമ്മയും മരിച്ചതാണ്. അങ്ങനെ അവർ ചോദിക്കുന്നതോടുകൂടി ഈ അപരാധം പടത്തിൻ്റെ എൻഡ്. വാംശി തന്നെയാണ് ഈ തിരക്കഥാകൃത്തും സംവിധായകനും. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആണ് മൊത്തം സീൻ. അദ്ദേഹം വിക്കിയുടെ ഊക്കിത്തരങ്ങളാണ് ഈ സിനിമയിലുള്ളത്. അതുമ്മ നിർത്താതെ ഫുൾ സ്ട്രെച്ചിൽ ഒറ്റയ്ക്ക് കണ്ടു തീർക്കുന്നവർ തീർച്ചയായും ധീരതയ്ക്കുള്ള അവാർഡിന് അർഹരാണ്.